ഡിയർ സ്റ്റുഡൻസ്, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് കോപ്പർ പൈപ്പിനെ കുറിച്ചിട്ടാണ്. കോപ്പർ പൈപ്പ്സ് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്നത് കോപ്പർ പൈപ്പുകളാണ്. ഓക്കെ, 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സ്റ്റീലിന് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സ്റ്റീലിൽ എന്താണ് കൊറോഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റീലിന് കൊറോഷൻ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് പോലും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഈ ഒരു കോപ്പറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കോപ്പറിൻ്റെ പ്രത്യേകത എന്താണ്? പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെയും തുരുമ്പും കാര്യങ്ങളൊന്നും ഇതിനെ എഫക്റ്റ് ചെയ്യില്ല. പിന്നെ ഒരുപാട് കാലങ്ങളായിട്ട് നിലവിലുള്ള പൈപ്പുകളേക്കാൾ ഒരുപാട് മെച്ചങ്ങളുള്ള പൈപ്പാണ് ഇത് നമ്മുടെ ഈ ഒരു കോപ്പർ പൈപ്പ്സ് എന്ന് പറഞ്ഞാൽ. ഇതിൽ പറയുന്ന എല്ലാ പോയിൻറ്റും നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു മേഖലയിൽ ഒരുപാട് അട്രാക്റ്റീവായിട്ട് വരുന്ന ഒരു പൈപ്പ് തന്നെയാണ് ഈ ഒരു കോപ്പർ പൈപ്പ്സ് എന്ന് വരുന്നത്. ഓക്കെ, പൊതുവേ നമ്മുടെ ഈ ഒരു മേഖലയിൽ അധികം യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ഒരുപാട് ഗുണങ്ങളുള്ള പൈപ്പാണ് ഇത് കോപ്പർ പൈപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്ന് നോക്കാം. കോപ്പർ പൈപ്പിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, കോപ്പർ ഈസ് നാച്ചുറലി കൊറോഷൻ റെസിസ്റ്റൻറ്റ് മെറ്റൽ. അതായത് നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ടും എന്താണ് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. തുരുമ്പോ കാര്യങ്ങളൊന്നും പിടിക്കില്ല എന്നുള്ളത് എന്താണ് നമ്മുടെ ഒരു കോപ്പർ പൈപ്പിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, തുരുമ്പും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കോപ്പർ പൈപ്പിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഡ്യൂറബിൾ മെറ്റൽ. ഡ്യൂറബിൾ മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു പൈപ്പാണ് ഇത് നമ്മുടെ ഈ ഒരു കോപ്പർ പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറബിൾ മെറ്റലാണ്. അടുത്തത്, കേപ്പബിൾ ഓഫ് വിത്ത്സ്റ്റാൻഡിങ് 1000 PSI ഓഫ് പ്രഷർ. ഓക്കെ, ഈ PSI എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ ഇഞ്ച് ആണ്. ഓക്കെ, ഏകദേശം ഒരു നമ്മുടെ കോപ്പർ പൈപ്പിൻ്റെ PSI എന്ന് പറഞ്ഞാൽ 1000 PSI പ്രഷർ താങ്ങാൻ ശേഷിയുള്ള ഒരു പൈപ്പാണ് ഇത് കോപ്പർ പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, 1000 PSI പ്രഷർ താങ്ങാൻ സാധിക്കുന്ന പൈപ്പാണ് നമ്മുടെ കോപ്പർ പൈപ്പ്സ്. അടുത്ത അതിൽ തന്നെ പറയുന്നത് എന്താണ്? കോപ്പർ ഈസ് ആൾസോ ലൈറ്റ് വെയിറ്റ് ആണ്. സ്റ്റീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അധികം വെയിറ്റ് കൂടുതലാണ് അല്ലേ? സ്റ്റീലിനൊക്കെ എന്താണ് നല്ല വെയിറ്റ് കൂടുതലാണ്. പക്ഷേ കോപ്പർ എന്താണ് ലൈറ്റ് വെയിറ്റ് ആണ്. അത് കോപ്പറിൻ്റെ ഒരു ഗുണമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കോപ്പർ നാച്ചുറലി കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ അത്യാവശ്യം ഡ്യൂറബിൾ മെറ്റലാണ്. 1000 PSI ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഷർ താങ്ങാൻ സാധിക്കും. പിന്നെന്താണ്? ഇറ്റ് ഈസ് ആൾസോ ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ് കോപ്പർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത്, ഈസിയർ ടു എക്സ്റ്റെൻഡ് ഓവർ ലോങ് സ്ട്രെച്ചസ് വിത്തൗട്ട് സപ്പോർട്ട്സ്. എക്സ്റ്റെൻഡ് ചെയ്യാൻ ലോങ് സ്ട്രെച്ചസിലൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ, വിത്തൗട്ട് സപ്പോർട്ടില്ലാതെ എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന പൈപ്പാണ് ഇത് കോപ്പർ പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജസ് നോക്കിയ സ്ഥിതിക്ക് എന്തുണ്ടായിരിക്കും? അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? കോപ്പർ പൈപ്സ് ആൾസോ എൻകൗണ്ടർ പ്രോബ്ലംസ് ഫ്രം വാട്ടർ അസിഡിറ്റി, സോ they are not good to install for plumbing system that draw water from a well. അതായത് എന്താ പ്രശ്നം വെച്ചാൽ വാട്ടർ അസിഡിറ്റി, ഈ ഒരു അസിഡിറ്റി എന്നൊരു പ്രോബ്ലം, ഒരു ആസിഡ്, ആ ഒരു പ്രോബ്ലം എന്ത് വരും? ഈ ഒരു കോപ്പർ പൈപ്പ്സിന് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ഡ്രിങ്കിങ് വാട്ടർ പർപ്പസ്, ഒരു വെള്ളം കൊണ്ടുവരുന്നതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പ്ലംബിംഗ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ കോപ്പർ നമുക്ക് അത്ര സൂട്ടബിൾ അല്ല. ഈ ഒരു അസിഡിറ്റി, വാട്ടർ അസിഡിറ്റി എന്നുള്ളൊരു പ്രോബ്ലം ഉള്ള കാരണം നമുക്ക് എന്താണ് അതിനത്ര പ്രോപ്പറായിട്ടുള്ള യൂസേജ് കോപ്പർ പൈപ്പിനില്ല. അടുത്തത്, കോസ്റ്റ് മോർ ദാൻ പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് പൈപ്പിനേക്കാളും എന്തായിരിക്കും? വില കൂടുതലായിരിക്കും കോപ്പറിന് അല്ലേ? ചെമ്പിന് എന്തായാലും പ്ലാസ്റ്റിക്കിനേക്കാളും വില ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, കോസ്റ്റ് മോർ ദാൻ പ്ലാസ്റ്റിക്. മൂന്നാമത്തെ പോയിന്റ്, കോപ്പർ ഈസ് ഫ്ലെക്സിബിൾ ആസ് ഫാർ ആസ് മെറ്റൽസ് ഗോ, ബട്ട് പ്ലാസ്റ്റിക് പൈപ്പ്സ് ക്യാൻ ബെൻഡ് ടു ഫിറ്റ് ഇൻ ടു ആൾമോസ്റ്റ് എനി സ്പേസ് നെസസറി. കോപ്പർ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണെങ്കിൽ പോലും ഒരിക്കലും എന്താണ് നമ്മുടെ പ്ലാസ്റ്റിക് പൈപ്പ്സിനെ പോലെ തന്നെ പ്ലാസ്റ്റിക് പൈപ്പ്സിൻ്റെ അത്ര ഫ്ലെക്സിബിൾ അല്ല. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബെൻഡ് ചെയ്തിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും ഈ ഒരു കോപ്പർ പൈപ്പിൻ്റെ ദോഷങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കോപ്പർ എന്ന് പറയുന്നത് നാച്ചുറലി കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റലാണ്. ഓക്കെ, നാച്ചുറലി കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റലാണ്. പിന്നെ അതുപോലെ തന്നെ ഡ്യൂറബിൾ മെറ്റലാണ്, ഒരുപാട് കാലം നിലനിൽക്കും. പിന്നെ വെൽഡ് ചെയ്യാൻ പറ്റും, ബ്രേസിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റലാണ് കോപ്പർ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് ആൾസോ ലെസ് വെയിറ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യും, എന്നാൽ ലൈറ്റ് വെയിറ്റും ആണ്, അത്യാവശ്യം കോസ്റ്റ്ലിയറുമാണ്. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് കോപ്പറിൻ്റെ പൈപ്പിൽ. പിന്നെ ദോഷമായിട്ട് കണ്ടത് ഒന്ന് വാട്ടർ അസിഡിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. അത് ഇതിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ സപ്ലൈൻ്റെ കാര്യത്തിനൊന്നും അത്ര എഫക്റ്റീവായിട്ട് ഈ ഒരു പൈപ്പ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ കോപ്പർ പൈപ്പിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കോസ്റ്റിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, കോപ്പർ പൈപ്പിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പിനേക്കാളും കൂടുതലാണ് എന്നുള്ളത് ഒരു ദോഷമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത്
പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്ന പോലെ കൃത്യമായിട്ട് ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാനും നമുക്ക് സാധിക്കില്ല. കോസ്റ്റും പ്ലാസ്റ്റിക്കിനേക്കാൾ കൂടുതലാണ്. ഇത്രയും കാര്യങ്ങളാണ് കോപ്പർ പൈപ്പിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. പിന്നെ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോപ്പർ എന്ന് പറയുന്നത് എന്താണ്, കൊറോഷൻ റെസിസ്റ്റൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൈപ്പാണ്. പിന്നെ നിങ്ങളതിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളറ്, അതിൻ്റെ ഒരു പ്രത്യേകതരം കളറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കോപ്പർ പൈപ്പ്സുകൾ ഉണ്ടായിരിക്കുക. കുറച്ചും കൂടി അട്രാക്റ്റീവ് ലുക്ക് തരുന്ന ഒരു പൈപ്പാണ് ഇത്, ഈ ഒരു കോപ്പർ പൈപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോഴും എന്താണ് ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് മേഖലകളിൽ യൂസ് ചെയ്യുന്ന ഒരു പൈപ്പാണ്, പ്ലംബിംഗ് ഏരിയയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പൈപ്പ്സാണ് കോപ്പർ പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോപ്പർ പൈപ്പ്സുകളെ കുറിച്ചിട്ട് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നമ്മളതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു.